പെട്ടിപൊട്ടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? കാത്തിരിപ്പിന് ഇനി 32 മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത്. സ്ട്രോങ് റൂമുകൾ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി മെഷീനുകൾ വോട്ടിംഗ് എണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം സജ്ജീകരണങ്ങളൊക്കെ ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഓരോ മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ ടി പി പ്രശാന്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. പ്രശാന്ത്, ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലായിൽ അടക്കമുള്ള വലിയ രാഷ്ട്രീയ ചലനങ്ങളെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. അതിനും അപ്പുറത്തേക്കുള്ള മറ്റ് ഘടകങ്ങൾ ഒരു പക്ഷേ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സുപ്രധാനം ആകാവുന്നത് ചെറിയ ചെറിയ നീക്കങ്ങൾ പോലുമാണ്, അവസാന നിമിഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള നീക്കങ്ങൾ പോലുമാണ്. ഇത്തരം കാര്യങ്ങളെയൊക്കെ ഈ 2 ദിവസത്തെ കാൽക്കുലേഷനുകൾ എങ്ങനെയായിരുന്നു? പൊതുവിൽ UDF ക്യാമ്പിൽ എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വലിയ തിരിച്ചടികൾ UDFന് നേരിടും, അഴിമതിയാണ് പ്രധാന വിഷയം. അത്തരം കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രതിഫലിക്കുന്ന ഒരു മേഖലയാകും കോട്ടയം. റബ്ബർ വിഷയമടക്കം, കർഷകരുടെ വിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ സംഭവിച്ചിട്ടുള്ള വിഷയങ്ങൾ 16-ാം തീയതിക്ക് ശേഷമുള്ള കണക്കുകൂട്ടലുകൾ എങ്ങനെയായിരുന്നു UDF ക്യാമ്പിൽ? സൗമ്യ, നേരത്തെ തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്തത് സർക്കാരിൻ്റെതായിട്ടുള്ള നിരവധി സർക്കാരുമായി ബന്ധപ്പെട്ടായിട്ടുള്ള വിവാദങ്ങളും അതുപോലെ റബ്ബർ വില തകർച്ചയും കാർഷിക മേഖലയിലെ പ്രതിസന്ധിയുമൊക്കെയായിരുന്നു പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നത്. അത്തരത്തിൽ ഒരു ചർച്ചയായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മുന്നണികളുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് രാവിലെ ഈ മധ്യ തിരുവിതാംകൂറിലെല്ലാം തന്നെ വലിയ തരത്തിലുള്ള ചാറ്റൽ മഴ പോലും നിന്നപ്പോൾ ആ മഴയുടെ ഒരു അന്തരീക്ഷത്തിൽ പോലും ആളുകൾ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വസ്തുത. കാരണം രാവിലെ ആരംഭിച്ച ഒരു പോളിംഗ് അത് ഉച്ചയോടുകൂടി 52% എന്ന തോതിലേക്ക് 1 മണിയോടുകൂടി ഉയർന്നപ്പോൾ അത് വലിയ ഒരു തരത്തിൽ ആശങ്കകൾ ചില മുന്നണികൾക്ക് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഈ ആശങ്കയ്ക്കൊപ്പം തന്നെ ആകാംക്ഷയും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിലുണ്ടായപ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ള അവകാശവാദവുമായിട്ട് തന്നെ മുന്നണികൾ രംഗത്തെത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, പാല അടക്കമുള്ള മണ്ഡലങ്ങളിൽ ചില രഹസ്യ നീക്കങ്ങൾ BJPയുമായി നടത്തിയിരുന്നു എന്നുള്ള ആക്ഷേപം തന്നെ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് BDJS പോലുള്ള സംഘടനകളുടെ വോട്ട് അത് KM മാണിക്ക് ലഭിച്ചു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം കുട്ടനാട് പോലുള്ള മണ്ഡലങ്ങളിൽ അത്തരത്തിൽ വോട്ട് മറച്ചു കൊടുത്തു, മാണി ഗ്രൂപ്പിൻ്റെ വോട്ടുകൾ മറച്ചു കൊടുത്തു എന്ന തരത്തിലും ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. എന്തായാലും പാലായിൽ വലിയൊരു തോൽവി അല്ലെങ്കിൽ വലിയൊരു അട്ടിമറി ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചന കേരള കോൺഗ്രസിന് തന്നെ വ്യക്തമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തി അവസാന നിമിഷത്തെ ആ കണക്കുകളിൽ നിന്നെല്ലാം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്തായാലും കോട്ടയം എന്നുള്ളത് പരമ്പരാഗതമായി UDFന്റെ ഹൃദയഭൂമിയായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും അവിടെ ആ ഹൃദയഭൂമിയിൽ പോലും ഇപ്പോൾ സുരക്ഷിതമല്ല എന്ന തരത്തിൽ തന്നെയുള്ള ചില കാര്യങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം ചരിത്രത്തിൽ ഇടം നേടുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ ഇടതുമുന്നണി വിജയിച്ചേക്കാം എന്ന് തന്നെയാണ് ഇടത് ക്യാമ്പുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കാരണം ഏറ്റുമാനൂർ, വൈക്കം എന്നീ സീറ്റുകൾക്ക് പുറമെ പാലായിലും ചങ്ങനാശ്ശേരിയിലും പൂഞ്ഞാറിലുമെല്ലാം തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. പല മണ്ഡലങ്ങളും, പ്രത്യേകിച്ച് കോട്ടയം അടക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുവെങ്കിലും ഇവിടെയെല്ലാം തന്നെ വിജയം സുനിശ്ചിതമാകും എന്നുള്ള ഒരു തരത്തിൽ തന്നെയാണ് ഇടത് ക്യാമ്പുകൾ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാടായിട്ടുള്ള കോട്ടയത്ത് വികസനത്തിനുള്ള അംഗീകാരം ആയിട്ടാണ് കോൺഗ്രസ് വോട്ട് തേടിയതെങ്കിൽ ഇവിടുത്തെ ജനജീവിതം ദുസ്സഹമായിട്ടുള്ള വിവിധ വിഷയങ്ങളാണ് LDF അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് തങ്ങളുടെ വോട്ടായി മാറും എന്നുള്ള വലിയ ഒരു വിശ്വാസത്തിൽ തന്നെ ഇടതുമുന്നണി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വലിയൊരു ആകാംക്ഷയാണ് ഇപ്പോൾ ഇരു നേതാക്കൾക്കുമുള്ളത്, അല്ലെങ്കിൽ ഇരു വിഭാഗങ്ങളുടെ, അതായത് മുന്നണി നേതാക്കന്മാർക്കുമുള്ളത്. BJPയെ സംബന്ധിച്ച് അവർ കൃത്യമായി ഇക്കാര്യത്തിൽ അവർക്ക് കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഗണ്യമായ രീതിയിൽ വോട്ട് ഉണ്ടെങ്കിൽ തന്നെയും അത് തങ്ങളുടെ പെട്ടിയിൽ വീണോ എന്ന തരത്തിൽ തന്നെ ഒരു ആകാംക്ഷ അവർക്കുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നിട്ടുള്ള വിവരം, മികച്ച വിജയം നേടുമെന്ന വീണ്ടും പ്രതീക്ഷ ഉമ്മൻചാണ്ടി ആവർത്തിക്കുന്നു. ഏതായാലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കാത്തിരിക്കാൻ ഉള്ള സമയം അവസാനിക്കുകയാണ്. 28 മിനിറ്റുകൾ മാത്രമാണ് ഇനി കൗണ്ടിംഗ് തുടങ്ങാനായുള്ളത്. ഏതായാലും വളരെ വേഗം മറ്റു മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് എത്താം. 14ാം നിയമസഭയിൽ ആരാണ് കേരളത്തെ നയിക്കുക എന്നറിയാനുള്ള കാത്തിരിപ്പുകൾ ഇനി നിമിഷങ്ങൾ മാത്രമായി ചുരുങ്ങുകയാണ്. ഇപ്പോൾ നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂമുകൾ തുറക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. സ്ട്രോങ് റൂമുകൾ തുറന്നിരിക്കുന്നു. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, സൗമ്യ, സ്ട്രോങ് റൂമുകൾ നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ തുറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതായിരിക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും
എണ്ണുക. ഇതിനുശേഷം മാത്രമായിരിക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വോട്ടുകൾ എണ്ണി തുടങ്ങുക. ഏതായാലും ഓരോ കേന്ദ്രത്തിലും പ്രത്യേകം നിരീക്ഷകരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ഇവരെ സഹായിക്കാൻ വേണ്ടി മൈക്രോ ഒബ്സർവർമാരും ഉണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ അപ്പോൾ തന്നെ കൺട്രോൾ റൂമിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കൃത്യം 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതായിരിക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാകും എണ്ണി തുടങ്ങുക. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മാർഗാനിസ് കോളേജിലാണ്. അവിടുത്തെ സ്ട്രോങ് റൂമാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലെയും വോട്ടുകൾ എണ്ണുന്നത്. ഏതായാലും 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ച് കൃത്യം 8:30 തന്നെ ആദ്യ ട്രെൻഡ് ലഭ്യമായി തുടങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഏറെ നിർണായകമായ ഒരു അവസ്ഥയാണ് 8 മണിയോടുകൂടി ആരംഭിക്കുക. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടുകൾ എണ്ണി തുടങ്ങുന്നതായിരിക്കും. ഇതിനായി സ്ട്രോങ് റൂമുകൾ ഇപ്പോൾ തുറക്കുകയാണ്. നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നത്. സൗമ്യ. യെസ്, ഷീജാണ് വിവരങ്ങൾ നൽകിയത്. സ്ട്രോങ് റൂമുകൾ തുറക്കുകയാണ്. ഇനി വോട്ടിംഗ് മെഷീനുകൾ വോട്ടെണ്ണുന്ന മേഖലയിലേക്ക് മാറ്റും. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നിരീക്ഷകരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. 14ാം നിയമസഭയിൽ ആരാണ് നമ്മളെ നയിക്കുക എന്നതറിയാനുള്ള വോട്ടുകൾ പെട്ടിക്കുള്ളിൽ ആയിട്ടുണ്ട്. അത് ഇനി എണ്ണുന്ന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഇനി 22 മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത്. 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. ആദ്യ 10 മിനിറ്റിനുള്ളിൽ തന്നെ ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും. 2 മണിക്കൂറിനുള്ളിൽ ഏകദേശ ധാരണയോടുകൂടിയുള്ള പൂർണ്ണമായ സൂചനകളിലേക്ക് എത്താൻ ഏകദേശം ഒരു ചിത്രം വ്യക്തമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഷീജയിലേക്ക് തന്നെ പോവുകയാണ്. ഷീജ, ഒപ്പം തന്നെ മറ്റ് സജ്ജീകരണങ്ങൾ ഏത് വിധത്തിലാണ്? സ്ട്രോങ് റൂമുകൾ തുറക്കുന്നു. ഇനിയിപ്പോൾ എണ്ണൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ തിരുവനന്തപുരത്ത് ഉള്ള സജ്ജീകരണങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, തിരുവനന്തപുരത്തെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം മാർഗാനിസ് കോളേജിൽ തന്നെയാണ് 14 മണ്ഡലങ്ങളുടെയും വോട്ടുകൾ എണ്ണുന്നത്. 14 മണ്ഡലങ്ങളുടെയും വോട്ടുകൾ കൃത്യം 8 മണിക്ക് തന്നെ എണ്ണി തുടങ്ങുന്നതായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുന്നത്. ഇതിൽ തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിൽ 580 പോസ്റ്റൽ വോട്ടുകൾ 580 പോസ്റ്റൽ വോട്ടുകളും അതോടൊപ്പം തന്നെ 675 സർവീസ് ബാലറ്റുകളുമാണ് ഉള്ളത്. ആറ്റിങ്ങലിൽ 790 പോസ്റ്റൽ ബാലറ്റും സർവീസ് ബാലറ്റുകൾ 538 വിതരണം ചിറയൻകീഴാകട്ടെ ഇത് 531 302 എന്ന രീതിയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന കൗണ്ടിംഗ് സെന്റർ എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് നിയമമണ്ഡലങ്ങളിലെ വോട്ടുകളാണ് ഇവിടെ എണ്ണുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന 2 മണ്ഡലങ്ങൾ കൂടിയാണ് വട്ടിയൂർക്കാവും നിയമവും. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറെ വാശിയേറിയ ഒരു പോരാട്ടത്തിന്റെ ഫലം തന്നെയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കക്ഷികൾക്കുൾപ്പെടെ ഏറെ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവും നിയമവും വട്ടിയൂർക്കാവിൽ 140 നിയമത്തിൽ 141 ബൂത്തുകളിലുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ഏതായാലും സ്ട്രോങ് റൂമുകൾ തുറക്കുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൃത്യം വിവരം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മീഡിയ റൂമും സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടെണ്ണലിന്റെ കൃത്യമായ കണക്കുകൾ അപ്പോൾ തന്നെ ലഭ്യമാകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയാൽ 8:30 തന്നെ ആദ്യ ഫലം ലഭ്യമാകും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. യെസ്, ആശുചിയിലേക്ക് വളരെ വേഗം എത്താം. സ്ട്രോങ് റൂമുകൾ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി വോട്ടിംഗ് മെഷീനുകൾ എണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന നടപടികളാണ് ഉള്ളത്. ഇത്തരം സജ്ജീകരണങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ അവസാന നിമിഷത്തിലും, അതായത് വോട്ടെണ്ണൽ ആരംഭിക്കാൻ എത്തി നിൽക്കുന്ന ഈ അവസാന നിമിഷത്തിലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉമ്മൻചാണ്ടി. വലിയ മികച്ച വിജയം നേടുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇതുവരെ പറഞ്ഞത് എന്താണോ അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞത് എന്താണോ അത് തന്നെ. ഇനി നമുക്ക് ശരിയായ ഫലം കിട്ടിയാൽ പോരെ? ശരിയായ ഫലം കിട്ടും, സംശയം എന്താ? യെസ്, മുഖ്യമന്ത്രി വിജയപ്രതീക്ഷ കൈവെടിയുന്നില്ല, വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ LDF ക്യാമ്പും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. അക്കൗണ്ട് തുറക്കാമെന്ന പ്രതീക്ഷയിൽ BJPയും NDA സഖ്യവും നിൽക്കുന്നു. ഏതായാലും ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ കണക്കുകൂട്ടലുകളും കിഴിക്കലുകളും അവസാനിക്കുന്നു. ആ സമയം അവസാനിക്കുകയാണ്. 19 മിനിറ്റുകൾക്ക് ശേഷം ഇനി എന്താണ് സംഭവിക്കാൻ പോകുക എന്ന് തന്നെയാണ് കേരളം കാത്തിരിക്കുന്നത്.
വളരെ വേഗം എത്താം. കേരളം ആർക്കൊപ്പം എന്നറിയാൻ ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. 15 മിനിറ്റ് കൂടി മാത്രമേ ഉള്ളൂ വോട്ടെണ്ണൽ ആരംഭിക്കാൻ. സ്ട്രോങ് റൂമുകളിൽ നിന്നും വോട്ടിംഗ് മെഷീനുകൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. ഏതാണ്ട് 8:10 ആദ്യ ഫലസൂചനകൾ ലഭ്യമായി തുടങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. 2 മണിക്കൂറോടുകൂടി ഏതാണ്ട് പൂർണ്ണമായ ചിത്രം ലഭ്യമാകും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഏതായാലും വിശദമായ വിവരങ്ങൾ, വളരെ ആക്യുറേറ്റ് ആയ വളരെ വേഗത്തിലുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വളരെ വിപുലമായ സജ്ജീകരണങ്ങളാണ് പീപ്പിൾ TV ഒരുക്കിയിട്ടുള്ളത്. ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നും തത്സമയ ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പീപ്പിൾ TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. ഓരോ നിമിഷങ്ങളിലുമുള്ള ഏറ്റവും പുതിയ അപ്ഡേഷനുകളായിരിക്കും പീപ്പിൾ TVയിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കുക. ആ വിവരങ്ങളെല്ലാം തന്നെ, വോട്ടറിന്റെ കൃത്യമായ വിവരങ്ങളെല്ലാം തന്നെ ലഭിക്കാനായി സ്ക്രീനുകളിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ള പ്രത്യേക കാർഡുകൾ, അതിൽ നിന്ന് ഓരോ മേഖലയിൽ നിന്നുള്ള വളരെ മൈന്യൂട്ടായ വിവരങ്ങൾ പോലും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള വളരെ വിപുലമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നത്. വലിയ രാഷ്ട്രീയ പ്രാധാന്യം ദേശീയ രാഷ്ട്രീയത്തിൽ പോലും വിലയിരുത്തപ്പെടുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന തരത്തിൽ. 14 നിയമസഭയിൽ ആരാണ് നമ്മളെ നയിക്കുക എന്നറിയാനുള്ള കാത്തിരിപ്പുകളാണ് ഇനി ഉള്ളത്. ഏതാണ്ട് 14 മിനിറ്റിന്റെ കാത്തിരിപ്പ് മാത്രമേ ഇനിയുള്ളൂ. 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. ആദ്യ 10 മിനിറ്റകത്ത് തന്നെ ആദ്യ ലീഡ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പ്രേക്ഷകരിലേക്ക് എത്തുന്നതാണ്. ഷീജയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഷീജ, സ്ട്രോങ് റൂമുകൾ തുറന്നിരിക്കുന്നു. വോട്ടിംഗ് മെഷീനുകൾ മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് വോട്ടെണ്ണലിന്റെ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഷീജ? സൗമ്യ, തീർച്ചയായും ഏറെ ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം കടന്നു പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എല്ലാവരും വോട്ടെണ്ണലിലേക്ക് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. വോട്ടെണ്ണൽ കൃത്യം 8 മണിക്ക് തന്നെ ആരംഭിക്കുന്നതായിരിക്കും. 10 മിനിറ്റ് മുമ്പ് മാത്രമാണ് സ്ട്രോങ് റൂമുകൾ തുറന്നിട്ടുള്ളത്. സ്ട്രോങ് റൂമുകൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് സ്ട്രോങ് റൂമുകൾ തുറന്നത്. ഇപ്പോൾ സ്ട്രോങ് റൂമിനകത്ത് വോട്ടിംഗ് യന്ത്രങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം എണ്ണുക പോസ്റ്റൽ ബാലറ്റുകളാണ്. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയ ശേഷം മാത്രമാകും വോട്ടിംഗ് യന്ത്രങ്ങളുടെ വോട്ടെണ്ണൽ ആരംഭിക്കുക. ഏതായാലും തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ തിരുവനന്തപുരം മാർവാനിസ് കോളേജിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന മാർവാനിസ് കോളേജിൽ തന്നെയാണ് എണ്ണുന്നത്. ഇതിൽ ഓരോ മണ്ഡലങ്ങളിലെയും വിവരങ്ങൾ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇവിടെ മീഡിയ സെന്ററും ഒരുക്കിയിട്ടുണ്ട്. ഈ മീഡിയ സെന്ററിലൂടെ കൃത്യമായ വിവരങ്ങൾ അപ്പോൾ തന്നെ ലഭ്യമാകും. ഏതായാലും വോട്ടെണ്ണൽ 8 മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആദ്യ ട്രെൻഡുകൾ വ്യക്തമായും 10 മിനിറ്റിനകം തന്നെ ലഭ്യമായി തുടങ്ങും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഏറെ ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതും പല മണ്ഡലങ്ങളിലും, സംസ്ഥാനത്തുടനീളമായി പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരത്തിന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വേദിയായത് എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് നേമം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിലാണ്. ഇവിടെ രണ്ടിടത്തും തന്നെ ഏറെ വാശിയേറിയ പോരാട്ടം നടന്ന ഒരു 2 മണ്ഡലങ്ങളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏവരും അത്രത്തോളം ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഓരോ മണ്ഡലങ്ങളിലെയും ഫലം കാത്തിരിക്കുന്നത്. ഏതായാലും 8 മണിയോടുകൂടി തന്നെ ഇതിന്റെ ആദ്യ ട്രെൻഡുകൾ വന്നു തുടങ്ങുന്നതായിരിക്കും. ഷീജ, പ്രത്യേകിച്ച് ഇവിടെ ഷീജ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ നിർണായകമായ മത്സരങ്ങളുള്ള വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം അവസാന ലാപ്പിലൊക്കെ നമ്മൾ കണ്ട മണ്ഡലങ്ങളുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്. പക്ഷേ ബൂത്തുകളുടെ എണ്ണമൊക്കെ പരിശോധിക്കുമ്പോൾ ആദ്യം റിസൾട്ട് അറിയുന്നത് ഏത് മേഖലയിൽ നിന്നാകും? അത്തരം സൂചനകൾ അറിയാൻ സാധിക്കുന്നുണ്ടോ? എങ്ങനെയായിരിക്കും അതിന്റെ ഒരു വിവരങ്ങളിലേക്ക് പോയാൽ ഷീജ? സൗമ്യ, ഏതായാലും ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുന്നത്. പോസ്റ്റൽ ബാലറ്റുകളിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചിറയൻകീഴ് മണ്ഡലത്തിൽ നിന്നുള്ള വിവരമാകും ആദ്യം ലഭ്യമാകുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം ഓരോ മണ്ഡലങ്ങളിലും പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണത്തിൽ ചിറയൻകീഴായിരിക്കും തുടക്കത്തിൽ ലഭ്യമാകാൻ സാധ്യതയുള്ള മണ്ഡലം. ഏതായാലും എല്ലാ മണ്ഡലങ്ങളുടെയും സ്ട്രോങ് റൂമുകൾ തുറന്നിട്ടുണ്ട്. സ്ട്രോങ് റൂമുകൾ തുറന്ന് മറ്റ് വോട്ടിംഗ് യന്ത്രങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കൃത്യം 8 മണിക്ക് തന്നെ പോസ്റ്റൽ ബാലറ്റ്
എണ്ണി തുടങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലെ 14 മണ്ഡലങ്ങളിലെ വിവരങ്ങൾ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ആകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ചിറയൻകീഴ് മണ്ഡലത്തിൽ നിന്നുള്ള വിവരങ്ങളാകും ആദ്യം പുറത്തു വരിക എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഏതായാലും തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടന്ന 4 മണ്ഡലങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായ പല മണ്ഡലങ്ങളും ഉണ്ട്. BJP തങ്ങൾക്ക് ആദ്യമായി അക്കൗണ്ട് തുറക്കാൻ സാധിക്കും എന്ന് പറയപ്പെടുന്ന മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ വാശിയേറിയ പോരാട്ടം നടന്ന പല മണ്ഡലങ്ങളുടെയും വിധി അത്രത്തോളം നിർണായകമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും എല്ലാ ആകാംക്ഷകൾക്കും 8 മണിയോടുകൂടി തന്നെ വിരാമമായി തുടങ്ങും. കൃത്യം 8:10 തന്നെ ആദ്യ ഫലസൂചനകൾ പുറത്തു വന്നു തുടങ്ങും എന്ന് തന്നെയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഏതാണ്ട് 10 മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത്. 14ാം നിയമസഭയിൽ ആരാണ് നമ്മെ നയിക്കുക എന്ന് അറിയാനുള്ള കാത്തിരിപ്പിന് ഇനി 10 മിനിറ്റിന്റെ ദൈർഘ്യം മാത്രമാണ് ഉള്ളത്. ഓരോ മേഖലകളിൽ നിന്നുള്ള വളരെ വിശദമായ വിവരങ്ങളിലേക്ക്, വളരെ മൈന്യൂട്ടായ ഡീറ്റെയിൽസിലേക്ക് ഒക്കെ തന്നെ നമുക്ക് വളരെ വേഗം എത്താം. ഇനി 7 മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 140 മണ്ഡലങ്ങൾ, 80 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ, ഇവിടെ നിന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇനിയുള്ള നിമിഷങ്ങളിൽ പീപ്പിൾ TV പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുക. വളരെ വിശദമായ വിവരങ്ങൾ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ നൽകുന്ന വിവരങ്ങളൊപ്പം തന്നെ മറ്റ് മൈന്യൂട്ടായ ഡീറ്റെയിൽസ് ഒക്കെ തന്നെയും ഈ സ്ക്രീനിന്റെ പല ഭാഗങ്ങളിലായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെ വ്യക്തമായ വിവരങ്ങളായിരിക്കും പീപ്പിൾ TV പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ആദ്യമായി എത്തിക്കുക. ആദ്യ ഫല സൂചനകൾ 8:10 ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 2 മണിക്കൂറോടുകൂടി പൂർണ്ണമായ ഒരു ചിത്രം ലഭിക്കാൻ ആകും. ഏതായാലും സ്ട്രോങ് റൂമുകളിൽ നിന്ന് വോട്ടിംഗ് മെഷീനുകൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒരു ഭാഗത്ത് അത്തരം സജ്ജീകരണങ്ങൾ വളരെ ശക്തമായി തന്നെ ഒരുങ്ങുകയാണ്. നമ്മളൊപ്പം ഇപ്പോൾ മലപ്പുറത്ത് നിന്നും KT സ്വാലിഹ് കൂടി ചേരുന്നുണ്ട്. സ്വാലിഹ്, മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട മലപ്പുറം ജില്ല, 16 മണ്ഡലങ്ങൾ, അവിടെ വളരെ ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന 5 മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ ഒക്കെ ഒരു വിവരങ്ങളിലേക്ക് വളരെ വേഗം പോയാൽ, വോട്ടെണ്ണൽ അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ എപ്പോഴേക്കായിരിക്കും ഒരു സൂചനകൾ, മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു സൂചനകൾ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ഒക്കെ ലഭിക്കുന്നത് എപ്പോഴേക്കായിരിക്കും? സൗമ്യ, പ്രതീക്ഷകളുടെ എല്ലാം സമയം അവസാനിച്ചിരിക്കുകയാണ്. സ്ട്രോങ് റൂമുകളെല്ലാം തുറന്നു. വോട്ടെണ്ണുന്ന ഡെസ്കിലേക്ക് വോട്ടുകൾ എത്തിക്കഴിഞ്ഞു. വലിയ ഒരു പ്രതീക്ഷ ഇപ്പോഴും UDF മലപ്പുറം ജില്ലയിൽ വെച്ച് പുലർത്തുന്നുണ്ട്. 16 മണ്ഡലങ്ങളിൽ 14 എണ്ണവും UDFിനോടൊപ്പം കഴിഞ്ഞ തവണ നിന്ന ജില്ലയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ UDF കേന്ദ്രങ്ങളിലുണ്ട്. UDF ക്യാബിനറ്റിലെ മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന PK കുഞ്ഞാലിക്കുട്ടി അടക്കം 4 പേർ ജനവിധി തേടുന്നുണ്ട്. ഇതിൽ മഞ്ഞളാംകുഴി അലി മത്സരിച്ച പെരിന്തൽമണ്ണയിൽ ഒഴികെ വേറെ കാര്യമായ മത്സരം പോലും ഇല്ല എന്ന ഒരു വിലയിരുത്തലിലാണ് മുസ്ലിം ലീഗ് നേതൃത്വമുള്ളത്. എങ്കിലും കടുത്ത മത്സരം നടന്ന 5 മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ട്. നിലമ്പൂരും മങ്കടയും പെരിന്തൽമണ്ണയും ഇതിൽ ഉൾപ്പെടും. താനൂരും അബ്ദുറഹ്മാൻ രണ്ടത്താണിയും V അബ്ദുറഹ്മാൻ മത്സരിച്ച താനൂരിൽ കടുത്ത മത്സരമാണ്. വലിയ പോളിംഗ് ശതമാനവും ജില്ലയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനവും താനൂരിലുണ്ട്. മലപ്പുറം ജില്ലയിലെ മറ്റൊരു പ്രധാന കാര്യം, 2 മുന്നണികൾ തമ്മിൽ നേരിട്ട് നടത്തിയ ഒരു മത്സരമാണ്. BJP താരതമ്യേന NDA സഖ്യത്തിന് വലിയ ഇടമില്ലാത്ത ഒരു ജില്ലയാണ്. വലിയ പ്രതീക്ഷകളൊന്നും വെച്ച് പുലർത്താത്ത ഒരു ജില്ലയാണ്. പല മണ്ഡലങ്ങളിലും വോട്ട് മറിച്ചു എന്ന ആരോപണം നിലനിൽക്കുന്നതല്ലാതെ വലിയ ഒരു സാന്നിധ്യമൊന്നും BJPക്ക് മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കാൻ കഴിയില്ല. എങ്കിലും വോട്ട് ഷെയറിൽ വലിയ വർധനവുണ്ടാക്കാനാവുമെന്ന ഒരു പ്രതീക്ഷ BJPയും വെച്ച് പുലർത്തുന്നുണ്ട്. ഇടതുപക്ഷമാവട്ടെ 16ൽ 5 മണ്ഡലങ്ങളിലെങ്കിലും വിജയിക്കുമെന്ന ഒരു പ്രതീക്ഷ LDF കേന്ദ്രങ്ങളിലും ഉണ്ട്. കഴിഞ്ഞ തവണ UDFിലെ തന്നെ ചരിത്രത്തിലെ വലിയ ഭൂരിപക്ഷം ലഭിച്ച മലപ്പുറം മണ്ഡലം 3ാമത്തെ വലിയ ഭൂരിപക്ഷം കോട്ടക്കലായിരുന്നു. അതുപോലെ വേങ്ങര PK കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച മണ്ഡലത്തിലും 43,780 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഈ ഭൂരിപക്ഷങ്ങളിലെല്ലാം വലിയ കുറവുണ്ടാക്കാൻ ആവുമെന്നാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. ഏകപക്ഷീയമായ വിജയങ്ങൾ ഇനി മലപ്പുറം ജില്ലയിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രചാരണ ദിനങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. വലിയ വീറും വാശിയും എല്ലാം ഉണ്ടായിരുന്നു. ഏതായാലും ഇനി മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മലപ്പുറത്ത് പുതിയ മന്ത്രിസഭയ്ക്ക് മലപ്പുറത്ത് നിന്ന് എത്ര
സീറ്റ് എത്ര പേരുടെ പിന്തുണ ഉണ്ടാവുമെന്ന് നമുക്കറിയാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഒരുപക്ഷെ ആ മിനിറ്റുകൾ നിമിഷങ്ങളായി മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി 3 മിനിറ്റുകൾ മാത്രം, 8 മണിക്ക് 3 മിനിറ്റുകൾ മാത്രം. വളരെ ഷാർപ്പായി തന്നെ എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കാനുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉടനീളം ഉള്ളത്. 140 മണ്ഡലങ്ങളിൽ നിന്നായി 80 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് വോട്ടെണ്ണലിനായി. ഇനി അങ്ങോട്ട് ഇടവേളകളില്ലാതെ തെരഞ്ഞെടുപ്പിന്റെ ഓരോ മൈന്യൂട്ടായ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പീപ്പിൾ TV നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഒരുപക്ഷെ വളരെ വിശദമായ വിവരങ്ങൾ, ഏറ്റവും വളരെ നിർണായകമായേക്കാവുന്ന വലിയ ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പീപ്പിൾ TV ഇത്തരം വിവരങ്ങൾ, വോട്ടെണ്ണലിലെ കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വളരെ അത്യാധുനിക സൗകര്യങ്ങളാണ് ഇതിനായി പീപ്പിൾ TV ഒരുക്കിയിട്ടുള്ളത്. കൃത്യമായ വിവരങ്ങൾ ഒരുപക്ഷെ സ്ക്രീനിൽ നിന്നുള്ള ഒരുക്കിയിട്ടുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിങ്ങൾക്ക് ഓരോ മേഖലയുടെയും കൃത്യമായ ഡീറ്റെയിൽസ് ലഭ്യമാകുന്നതാണ്. 14ാം നിയമസഭയിൽ ആരായിരിക്കും നമ്മെ നയിക്കുക എന്നറിയാനുള്ള കാത്തിരിപ്പിലേക്ക് കടക്കുകയാണ്. ഇനി 2 മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് വോട്ടെണ്ണൽ ആരംഭിക്കാനായി. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണം 8:10 ആദ്യ ട്രെൻഡ് എന്ന രീതിയിൽ തന്നെ ആദ്യ ഫല സൂചനകൾ പുറത്തു വരുന്നതാണ്. ഇടവേളകളില്ലാതെ പീപ്പിൾ TV നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. വോട്ടെണ്ണലിന്റെ ഓരോ സ്പന്ദനങ്ങളും ഓരോ മൈന്യൂട്ടായ ഡീറ്റെയിൽസും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായുള്ള ഇനിയുള്ള മണിക്കൂറുകൾ അതിനുവേണ്ടിയാണ് പീപ്പിൾ TV മാറ്റിവെച്ചിരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ വോട്ടെണ്ണലിലെ വിശദാംശങ്ങളിലേക്കൊക്കെ തന്നെയും ഇനിയുള്ള നിമിഷങ്ങളിലേക്ക് നമ്മൾക്ക് എത്താനാകും. 2 മിനിറ്റുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് വോട്ടെണ്ണൽ ആരംഭിക്കാനായി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെല്ലാം 80 കേന്ദ്രങ്ങളിലെല്ലാം വളരെ സജീവമായി തന്നെ വോട്ടെണ്ണൽ സജ്ജീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആ വിധത്തിലുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ വോട്ടെണ്ണലിലെ കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വളരെ കൃത്യമായി തന്നെ വളരെ വേഗത്തിൽ, ഒരുപക്ഷെ മറ്റു ചാനലുകളിലേക്കാളൊക്കെ വളരെ വേഗത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായിരിക്കും ഞങ്ങൾ മുൻതൂക്കം നൽകുക. 80 കേന്ദ്രങ്ങളിലായി വോട്ടെണ്ണലിനുള്ള പൂർണ്ണമായ സജ്ജീകരണം ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 65 ദിവസം, 2.5 മാസത്തോളം നീണ്ട വലിയ പ്രചരണങ്ങൾക്കൊടുവിൽ ജനങ്ങൾക്കിടയിലേക്ക് വലിയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പുലിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തി നിൽക്കുന്നത്. നമ്മോടൊപ്പം ശ്രീ ജോൺ ബ്രിട്ടാസ് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. നമസ്കാരം സൗമ്യ.